ഒരു ഞെട്ടിക്കുന്ന വാർത്ത. നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമില്ല, ഭരണം കിട്ടില്ല. പരമാവധി BJP കിട്ടാവുന്ന സീറ്റുകൾ 233 സീറ്റുകളാണ്. അലയൻസൂടെ ചേർന്നാൽ 35 സീറ്റൂടെ കൂടും. 268 സീറ്റിനപ്പുറം ഒരു കാരണവശാലും NDAക്ക് കിട്ടില്ല. ഇത് പറയുന്നത് പ്രമുഖ സെഫോളജിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന യോഗേന്ദ്ര യാദവാണ്. യോഗേന്ദ്ര യാദവ് ഓരോ സംസ്ഥാനത്തും BJPക്ക് കിട്ടാവുന്ന സീറ്റുകളെക്കുറിച്ചും പറയുന്നുണ്ട്. നഷ്ടപ്പെടാവുന്ന സീറ്റുകളാണ് കൂടുതലും പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് യോഗേന്ദ്ര യാദവിനെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. യോഗേന്ദ്ര യാദവ് ആൻറ്റി മോദി, ആൻറ്റി BJP പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രവചനങ്ങൾ കൊണ്ട് വളരെ കുപ്രസിദ്ധനാണ്. 2019 അദ്ദേഹം മോദി സർക്കാർ വാജ്പേയി സർക്കാരിനെ പോലെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും, 100 സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് രണ്ടാമതും മോദി വന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ വളരെ പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ആളുകൾ, ഞാൻ ഗുരുഗ്രാമിലെ വോട്ടറാണ്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് കൈകൂപ്പി പറഞ്ഞ് എന്തു വില കൊടുത്തും മോദിയെ നിങ്ങൾ പരാജയപ്പെടുത്തണം. പക്ഷേ ജനങ്ങൾ കേട്ടില്ല. ഐ ആം സാഡ്, ഐ ആം ആംഗ്രി, ഐ ആം ഡിജക്റ്റഡ്. അദ്ദേഹം വിലപിക്കുന്ന അങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെ ആളുകൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ കോളറി കുത്തിപ്പിടിച്ച് ഇഡിയറ്റ്സ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ സുപ്രസിദ്ധനായ നിഷ്പക്ഷനായ സെഫോളജിസ്റ്റാണ് യോഗേന്ദ്ര യാദവ്. അദ്ദേഹമാണ് മോദിക്ക് 65 സീറ്റുകൾ കുറഞ്ഞ് ഭരണത്തിൻ്റെ വക്കോളമെത്തി ഭരണം നഷ്ടപ്പെടും എന്ന് പറയുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റ് പോകുമെന്ന് പറഞ്ഞ് കുറച്ച് കരുണ കാണിച്ചിട്ടുണ്ട്. 65 സീറ്റുകളെ കുറയത്തുള്ളൂ. കണ്ടിരുന്നോ യോഗേന്ദ്ര യാദവിൻ്റെ വിശകലനം? ഞാൻ വായിച്ചിരുന്നു. ഇന്ന് രാവിലെ നടക്കുമ്പോൾ ഞാൻ യോഗേന്ദ്ര യാദവിനെ പറ്റി ആലോചിക്കുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഓരോരുത്തർ അവരവർക്ക് അറിയുന്ന പണി ചെയ്താൽ പോരെ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ വിജയ് മല്യയും ഓർമ്മ വന്നു. വിജയ് മല്യയുടെ അച്ഛനെ ഓർമ്മ വന്നു. അദ്ദേഹം ഈ കശ്മീരിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്തിരുന്നു. അത് നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ്. ഭയങ്കര വിലയല്ലേ? ഭയങ്കര വിലയാണ്. ഈ സ്ത്രീകൾ ഗർഭിണികളൊക്കെ ആയിരിക്കുമ്പോൾ കുങ്കുമപ്പൂവ് കഴിക്കുകയൊക്കെ ചെയ്യും, കുഞ്ഞിന് നിറം വരാതൊക്കെ. ഈ നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ കുങ്കുമപ്പൂവൊക്കെ കിട്ടുന്ന ആദ്യത്തെ ആ സ്പൈസസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഏതോ ഗുജറാത്തിയോ മറ്റോ നടത്തുന്ന കടയൊക്കെ പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങേര് മദ്യക്കച്ചവടവും ചെയ്തിരുന്നു അച്ഛൻ. ഈ അതിൽ നിന്ന് നല്ല പൈസ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ വിമാനം പറത്തണം, വിമാന കമ്പനി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയത്. അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കയറിയപ്പോഴേക്കും പതനത്തിലേക്ക് ആയി. ഇങ്ങനെ സെൻറ്റർ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് CDS മറ്റേ പറഞ്ഞിട്ട്, അതെ, ഡൽഹിയിൽ സ്ഥാപനമൊക്കെ നടത്തി. പണ്ട് പ്രണോയ് റോയുടെ കൂടെയൊക്കെ NDTV ഒക്കെ നല്ല കാലത്ത് അവർ ഈ സെഫോളജിയൊക്കെ കൊണ്ടിരുന്ന കാലത്ത്, ആദ്യം ഇന്ത്യ ടുഡേ അങ്ങനെ ചെയ്യുന്ന കാലത്ത് തിരക്കേടില്ലാതെ ഹിന്ദിയിൽ ആദ്യം സംസാരിച്ച് ഇത് വിശദീകരിച്ചിരുന്ന കാലത്ത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് ഈ രാഷ്ട്രീയ മോഹം വന്നു. അങ്ങനെയാണ് ഈ ആപ്പിൻ്റെ കൂടെയൊക്കെ ചേർന്ന് മന്ത്രിയാകണമെന്നോ മുഖ്യമന്ത്രിയാകണമെന്നോ ഒക്കെ തോന്നും. പക്ഷേ കെജ്രിവാളിന് പുള്ളിയേക്കാൾ താഴ്ന്ന ആളുകൾ, പുള്ളിയുടെ അത്രയും ബുദ്ധിയുള്ള ആളുകളെ വേണ്ട, പുള്ളിയുടെ അത്രയും ഫ്രോഡ് തരമുള്ള വേറെ ആളെ വേണ്ട, ഒരിക്കലും വേണ്ട. അപ്പം അതിന് കീഴ്പോട്ടുള്ള അങ്ങനത്തെ ആളുകൾ ധാരാളം ഉണ്ട്. ഞാൻ ഈ അണ്ടർ ഗ്രാജുവേറ്റ് കോംപ്ലക്സ് എന്ന് സാധാരണ പറയാറുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചവർ, പ്രീ ഡിഗ്രി വരെ പഠിച്ചവരൊക്കെ അതിൽ താഴ്ന്നുള്ളവരുടെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനത്തെ ആളുകളെയൊക്കെ അവർ കൂടെ കൊണ്ട് കിടക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ കെജ്രിവാൾ ഇത്തരം ആളുകളെ മുഴുവൻ എടുത്ത് കളഞ്ഞു. മറ്റേ യോഗേന്ദ്ര യാദവ് ബുദ്ധി ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ആ സമയത്ത് അല്ല, ഈ കെജ്രിവാളിനേക്കാൾ ഇത്തരം കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം. പുള്ളിക്ക് ബുദ്ധിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ഇയാൾക്ക് പ്രാന്താണോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങേരുടേത് എടുത്ത് വായിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ശരിക്കും പിച്ചും പെയ്യുവാണ്. എന്താണ് പറയുന്നത്? മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് സാർ, അതായത് ഇത്തരം കാര്യങ്ങൾ മോദിക്കെതിരെ, മോദിയുടെ ജനസമ്മതി കുറഞ്ഞു വരികയാണ്. ഇത് മനസ്സിലാക്കാൻ സെഫോളജി ഒന്നും വേണ്ട, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാം. ഇത് എൻ്റെത് സർവേ ഒന്നുമല്ല, ഞാൻ പോൾ സർവേ, എക്സിറ്റ് പോൾ സർവേ ഒന്നുമല്ല, എൻ്റെ കണക്കുകൂട്ടലാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് ധ്യാനിച്ച് കണ്ടെത്തിയ കണക്കാണ്. 2019 പറഞ്ഞിട്ടുണ്ടല്ലോ
BJPക്ക് 100 സീറ്റ് പോവും. ആ, മോദിയുടെ ജനപ്രിയത പോയി. അത് 2004 തെരഞ്ഞെടുപ്പ് പോലെയാവും. ഭൂരിപക്ഷം കിട്ടില്ല. 2019 2017 കാര്യം എന്താ സാറ് മറന്നു പോകുന്നത്? 2017 പുള്ളി പറഞ്ഞു ഗുജറാത്തിൽ കോൺഗ്രസ് ഭരണം വരും, കോൺഗ്രസിന് 113 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ BJPക്ക് 99 സീറ്റും കിട്ടി, കോൺഗ്രസിന് 77 സീറ്റ് കിട്ടി. BJPയുടെ തുടർ ഭരണം ഗുജറാത്തിൽ. അതെ, ഇത്തവണ 272 സീറ്റ് പോലും കിട്ടില്ല. 268 സീറ്റ്. അപ്പൊ അതിന്റെ കൂടെ പറയാണ് കർണാടകത്തിൽ 10 സീറ്റ് പോകും. കർണാടകയിൽ പിന്നെ മഹാരാഷ്ട്രയിൽ 20 സീറ്റ് പോകും. 20 സീറ്റ് പോകും. രാജസ്ഥാനിലും ഗുജറാത്തിലും 10 സീറ്റ് വീതം പോകും. ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹിമാചൽ, ഡൽഹി 10 പോകും. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് 10 പോകും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് 15 പോകും. ബീഹാറിൽ 15 പോകും. നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ് ബംഗാള്, പിന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 10 പോകും. NDAക്ക് മൊത്തത്തിൽ 100 സീറ്റ് പോകും. 100 സീറ്റ് പോകും. പക്ഷേ ചിലയിടത്ത് മേക്കപ്പ് ചെയ്യും. പുള്ളി പറയുന്നുണ്ട് ആ താങ്കൾ ഇത്തിരി ഭേദമാണ്. തിരിച്ചു വന്നിട്ട് തെലങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, കേരള ഒക്കെ ആയിട്ട് 5 സീറ്റ് കിട്ടും. 5 സീറ്റ് കിട്ടും. കേരളത്തിലും സീറ്റ് കിട്ടും പറയുന്നുണ്ട്. കേരളത്തിൽ സീറ്റ് കിട്ടും. അത് മാത്രം ശരിയായിരിക്കും ചിലപ്പോൾ. TDP ആൻഡ് NDA 10 സീറ്റ് നേടും. അതെ അതെ, അതും സത്യമാണ്. 10 അല്ല, അതിൽ കൂടുതൽ കിട്ടും. ആന്ധ്രയിൽ ഭരണം പിടിക്കും. അതെ, ആന്ധ്രയിൽ ഭരണവും പിടിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 100 സീറ്റ് പോകുമല്ലോ NDAക്ക്. അതിൽ BJPക്ക് 75 സീറ്റ് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 75. അതെ, ആ 75 സീറ്റ് പോകും എന്ന് പറഞ്ഞ ശേഷം BJPക്ക്, കാരണം TDPക്കും NDAയും കൂടി 10 സീറ്റൊക്കെ നേടുമല്ലോ. അങ്ങനത്തെ കാൽക്കുലേഷനും കൂടി കൂട്ടിക്കഴിയുമ്പോൾ മൊത്തം 65 സീറ്റാണ്. 65 സീറ്റും BJP സഖ്യകക്ഷികൾക്ക് 15 സീറ്റും കിട്ടും. പോകും. BJPക്ക് 233 സീറ്റായിട്ട് കുറയും. പ്ലസ് 35 കൂടെ കിട്ടും. സഖ്യകക്ഷികൾക്ക് 35. അങ്ങനെ 268. അപ്പോഴും ഒരു പ്രശ്നമുണ്ട് സാറേ. കാരണം 268 സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടിയാൽ നിശ്ചയമായും മന്ത്രിസഭ ഉണ്ടാക്കാൻ രാഷ്ട്രപതി വിളിക്കുന്നത് NDA തന്നെയായിരിക്കും. ആണല്ലോ. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് BJPക്ക് മുന്നണിയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത ഒരുപിടി പാർട്ടികളുണ്ട്. ഷിബു സോറന്റെ പാർട്ടി പോലും രാജ്യസഭയിൽ BJPക്ക് അനുകൂലമായ നിലപാടെടുത്ത പാർട്ടിയാണ്. നമ്മുടെ ജഗന്റെ പാർട്ടി, പിന്നെ ഒഡീഷയിൽ പട്നായിക്കിന്റെ BJD, ഇവരൊക്കെ BJPയുടെ കൂടെ അലയൻസിലല്ലാതെ മുന്നണി പോലെ ആവശ്യമുള്ളപ്പോൾ സഹായിച്ച പാർട്ടികളാണ്. അധീർ രഞ്ജൻ ചൗധരി പറയുന്നുണ്ടല്ലോ TMC ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നു, വിശ്വസിക്കാൻ കൊള്ളില്ല. അധീർ രഞ്ജൻ ചൗധരിയെ കോൺഗ്രസ് പുറത്താക്കാൻ പോവാ. ഖാർഗെ പറഞ്ഞു, മമതയ്ക്കെതിരെ പറഞ്ഞ പാർട്ടി കാണൂല എന്ന് പറഞ്ഞു. അതെ, ഇലക്ഷൻ കഴിയുമ്പോൾ. അപ്പൊ യോഗേന്ദ്ര യാദവ് ഇങ്ങനെ സ്വപ്നം കണ്ടാലും 268, എത്ര കുറച്ചിട്ടും 268 സീറ്റ് കിട്ടും. എത്ര കുറച്ചിട്ടും 4 സീറ്റിന്റെ കാര്യമുള്ളൂ ഭൂരിപക്ഷത്തിന്. അപ്പൊ ആ കണക്ക് എങ്ങനെ വിശ്വസിക്കും നമ്മള്? അതെ, അതാ ഞാൻ അയാൾക്ക് പ്രാന്താണോ എന്ന് ചോദിക്കുന്നത്. 4 പേരെ കിട്ടാനായിട്ട് വലിയ പ്രയാസം. അല്ല, അദ്ദേഹം പറയുന്നത് പല പാർട്ടികൾ ഈ മറ്റൊന്നുകൂടി അദ്ദേഹത്തിന്റെ ഈ സെഫോളജിസ്റ്റിന്റെ പ്രവചനത്തിൽ പറയുന്നത്, അതായത് മീഡിയ വലിയ തോതിൽ BJP വലിയ വിജയം മോദി നേടാൻ പോവുകയാണെന്ന് ക്യാമ്പയിൻ ചെയ്യുകയാണ്. 400 എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മടുപ്പായി. അതുകൊണ്ട് ഞാൻ വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തായാലും മോദി വരും, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആളുകൾ വീട്ടിലിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയും BJPയും തമ്മിലുള്ള വ്യത്യാസം, BJP ഒരു കേഡർ പാർട്ടിയാണ്. ഇങ്ങനെ എന്തായാലും മോദി വരും അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് BJPക്കാരാകാൻ സാധ്യത കുറവാണ്, വളരെ കുറവ്. കോൺഗ്രസ്സുകാരായിരിക്കും. BJP കേഡർ പാർട്ടി ആയതുകൊണ്ട് അവരുടെ വോട്ടുകൾ കാലേ കൂട്ടി ബൂത്തിൽ വന്ന് പോളിയും. അപ്പോൾ വീട്ടിലിരിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാണ്? രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയാണ് പോകുന്നത്. അപ്പോഴും BJPക്ക് അനുകൂലമായ ഒരു ഘടകമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൽഫ് ഗോളാണ്, പരസ്പര വിരുദ്ധമായി പറയുന്നത്. ഒന്ന് കുറച്ചിട്ടും മാക്സിമം കുറച്ചിട്ടും 268, 4 സീറ്റൂടെ കിട്ടിയ കേവല ഭൂരിപക്ഷമായി. കേവല 268 കിട്ടിയാൽ എന്തായാലും മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നത് മോദി തന്നെയാണ്, NDA തന്നെയാണ്, അത് ഉറപ്പാണ്. അപ്പോൾ തോക്കുമെന്ന് പോലും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. രണ്ടാമത് പറയുന്നു, ഈ ആളുകൾ ഈ ഇങ്ങനെ വിശ്വസിച്ച് BJP തന്നെ അധികാരത്തിൽ വരുമെന്ന് കരുതി വോട്ടും ചെയ്യാൻ പോകാതിരിക്കുന്നു. അങ്ങനെ വന്നാലും BJPക്കല്ലേ ഗുണം? അതെ, ഇയാൾ എന്താണെന്നറിയാമോ? കെജ്രിവാൾ ബാധിച്ചിരിക്കുക യോഗേന്ദ്ര യാദവിനെ. കെജ്രിവാൾ 75 മോദി റിട്ടയർ ചെയ്തിട്ട് ഷായ കൊണ്ടിരുന്നു പറയുമ്പോഴും മോദി ജയിക്കുന്നതാണല്ലോ ഉദ്ദേശിച്ചത്. കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം ഈ ഭാരത് ജോഡോ അഭിയാൻ, അതിലെ 2 ഗവേഷകര് ഈ പണിയൊക്കെ അറിയാവുന്ന ആളുകളാണ്, സെഫോളജിസ്റ്റുകൾ തന്നെയാണ്. അവരും പറഞ്ഞത് BJP അധികാരത്തിൽ വരുന്നതാണ്.
കോൺഗ്രസിന്റെ. ജൂൺ 4-ാം തീയതി വൈകിട്ട് യോഗേന്ദ്ര യാദവ് എന്ത് ചെയ്യും? അദ്ദേഹം മറ്റേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയില്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അങ്ങനെയല്ല. മോദി കോട്ട് ചെയ്ത ആളുകളെ പുള്ളി ദുഃഖിതനാണ്, ദേഷ്യമുണ്ട്, ഞാൻ തിരസ്കരിക്കപ്പെട്ടു, അതുകൊണ്ട് മോദി കോട്ട് ചെയ്ത ഈ ജനങ്ങളെ കോളറിന് കുത്തിപ്പിടിച്ച് ഇഡിയറ്റ്സ് എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ യോഗേന്ദ്ര യാദവ് ഇഡിയറ്റ്സ് എന്ന് വിളിക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ യോഗേന്ദ്ര യാദവ് ഇത്തവണ തോറ്റു കഴിഞ്ഞാൽ വോട്ടർമാരെ എന്ത് വിളിക്കും? അല്ല, ആ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പും എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഇതാണ്, ഐ ഫീൽ ഡിജക്റ്റഡ്, ഞാനത് ആവർത്തിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒരു ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ജനങ്ങൾ യോഗേന്ദ്ര യാദവിൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് ഇഡിയറ്റ് എന്ന് വിളിക്കാതെ കുനിച്ചു നിർത്തി ഇടി കൊടുക്കുമോ? അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ചിലപ്പോൾ ആ വിവരം നമ്മൾ അറിയില്ല. നമ്മൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, നീ ഒന്ന് ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് മൂലയ്ക്ക് കൊണ്ടുവന്ന് കുനിച്ചു നിർത്തിയിട്ട് ആരോടും പറയുകയും വേണ്ട. അതെ. അപ്പോൾ ഏതായാലും വേറെ കാര്യമുണ്ട്. യോഗേന്ദ്ര യാദവിൻ്റെ ഈ വെള്ളത്തിൽ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താടുന്ന ആൾക്ക് ഒരു വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും പിടിച്ചു കയറുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹം കുറച്ച് എത്ര കുറച്ചിട്ടും 268 എത്തിയത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അഗണ്യുണ്ട്, വല്ലാത്ത വേദനയാണ്. ഈ മോദിയെ അട്ടിമറിക്കാൻ എല്ലാ ശ്രമവും നടത്തിയിട്ടും അത് സാധിക്കാതെ വീണ്ടും മോദി വിജയത്തിലേക്ക് അല്ലെങ്കിൽ BJP വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇവര് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന്. ആ മുതലാളിമാർ ഇന്ത്യയിലൊന്നും അല്ല, അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പോൾ വന്ന് ഈ സെഫോളജിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ ഇവനൊന്നും വേറെ പണിയില്ലേ, കാശ് മേടിച്ചിട്ട് ചെയ്യുന്നതാണ് എന്ന തരത്തിൽ ആളുകൾ ഇപ്പോൾ എക്സിറ്റ് പോളിൽ മാത്രം എന്തെങ്കിലും യോഗേന്ദ്ര യാദവ് ബുദ്ധിമാനാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെത് എക്സിറ്റ് പോൾ അല്ല, എൻ്റെ തോന്നൽ ഇയാൾ വീട്ടിലിരുന്ന് ഭാര്യയോട് പറഞ്ഞ പോലെ. സ്ഥലജല വിഭ്രാന്തി ഇതിലാണ് സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് എൻ്റെ തോന്നൽ. അത് ഒരുത്തൻ്റെ തോന്നൽ പറഞ്ഞാൽ അത് വാർത്തയായി പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ എന്ത് ചെയ്യണം? ഇതെന്താന്ന് വെച്ചാൽ, ഈ ചില ആളുകൾ ചില ജോലിയിലൊക്കെ ഇരുന്നവർ അതിൽ നിന്ന് ആ ജോലി പിന്നെ ഇല്ലാതിരിക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഡിജക്റ്റഡ് ആയിട്ട് ഈ പിച്ചും പേയും പറയും. ഈ കഡ്ജു എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജി ഇല്ലായിരുന്നില്ല സുപ്രീം കോടതിയിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ധാരാളം പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയില്ലേ, ഇതുപോലെ പല ആളുകളെ പറ്റിയും പലതും പിച്ചും പേയും ഒക്കെ വിളിച്ച് പറയുന്നതും മുമ്പ് നടന്ന കാര്യങ്ങൾ. കോടതിയിലുണ്ടായിരുന്ന കാലത്ത് വലിയ വിധിയൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആളുകളെ പറ്റി ഈ ആളുകളെ തേജോവധം ചെയ്യുക, വൃത്തികേട് പറയുക, ഇങ്ങനത്തെ പരിപാടികൾ. സാർ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് കഡ്ജുവിനെ ഭയങ്കര ബഹുമാനമാണ് ഓർക്കുന്നത്. എന്ത് കാരണം എന്നറിയോ? കഡ്ജു വിരമിച്ച് സ്വസ്ഥമായ അദ്ദേഹത്തിന് ഡൽഹിയിലെ ഫ്ലാറ്റിലിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമും സംഘവും അദ്ദേഹത്തെ കാണാൻ ചെന്നു. എന്നിട്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ റഹീം പരിചയപ്പെടുത്തി, ഐ ആം ദ നാഷണൽ പ്രസിഡന്റ് ഓഫ് DYFI. അവിടെ കഡ്ജു ചോദിച്ചു, വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ കഡ്ജൂര് നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഡൽഹിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. CPIM, ഐ എം ഫ്രം CPIM എന്ന് പറഞ്ഞാലും ഇതല്ലേ ചോദിക്കുള്ളൂ ഡൽഹിയിലൊരാൾ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപ്പോൾ കഡ്ജൂനെ സാറങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട ആ ഒരു കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറയുന്നത്, ചില ആളുകൾക്ക് സ്ഥലജല വിഭ്രാന്തി വരും ഈ തൊഴിലില്ലാതായി കഴിയുമ്പോൾ. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥലത്തും വിളിക്കുന്നില്ലല്ലോ സെഫോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഒരു സ്ഥലത്തും മറ്റേ വ്യാഖ്യാനങ്ങൾക്ക് വിളിക്കുന്നില്ല, എക്സ്പെർട്ട് ഒപ്പീനിയൻ. അല്ല, ഇവരുടെയൊക്കെ ഒരു ധാരണ ഇനി 2 ഫേസ് കൂടെ 5ാമത്തെ ഫേസ് നടക്കാൻ പോകുന്നു. അല്ലല്ല, മറ്റേ ഇതില് ഹിന്ദുവിൽ ഇങ്ങനൊരു പ്രവചനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഹിന്ദു CDS സർവേ. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ ചില ആളുകൾ ഇത് കാൽക്കുലേഷൻ അല്ല, സർവേ അല്ല, എൻ്റെ തോന്നൽ മാത്രമാണ് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്ന മാധ്യമങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? അല്ല, ആ മാധ്യമങ്ങൾ യോഗേന്ദ്ര യാദവിൻ്റേതല്ലാതെ അവരുടെ ലേഖകന്മാരുടേതായിട്ട് പ്രസിദ്ധീകരിക്കുന്നതും ഇതുപോലത്തെ തന്നെ പിച്ചും പെയ്യുവാണല്ലോ. 3ാം ഘട്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിലും മറ്റേ BJP തോറ്റു എന്ന് കേരളം മട്ടിൽ എഴുതിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ചെറിയ ഘട്ടമാണ് വരാൻ പോകുന്നത്. ഏതായാലും 2 ഘട്ടങ്ങളോട് കഴിയുമ്പോൾ ഇലക്ഷൻ പൂർണ്ണമാവുകയാണ്. ജൂൺ 4-ാം തീയതി റിസൾട്ട് വരും.
ഇനി അധികം കാത്തിരിക്കേണ്ടി വരേണ്ട സമയമില്ല. കാത്തിരിക്കേണ്ട സമയം ഇനി നമ്മുടെ മുന്നിലില്ല, വളരെ കുറച്ച് സമയം മാത്രം. അതുവരെ ഈ പ്രവചന വിദ്വാൻമാർ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. യോഗേന്ദ്ര യാദവിന് അടികൊള്ളാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.